ഇന്ന് ജൂൺ മാസം 11-ാം തീയതി പരിശുദ്ധ കത്തോലിക്കാ തിരുസഭ വിശുദ്ധ ബർണബാസിന്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം അപ്പോസ്തലന്മാർ ആവേശപൂർവ്വം ഈശോയുടെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നു. സുവിശേഷ സന്ദേശം സ്വീകരിച്ചവരിൽ പലരും തങ്ങളുടെ വീടും വസ്തുവകകളുമൊക്കെ വിറ്റ് പണം അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുവാനും ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് അത് വിതരണം ചെയ്യുവാനും തുടങ്ങി. അങ്ങനെ തനിക്കുണ്ടായിരുന്ന വസ്തു വിറ്റ് പണം ശ്ലീഹന്മാരുടെ പക്കൽ സമർപ്പിച്ചവരിൽ ഒരാളായിരുന്നു സൈപ്രസുകാരനായ യൗസേപ്പ് എന്ന ലേവ്യൻ. ശ്ലീഹന്മാർ അദ്ദേഹത്തെ ബർണബാസ്, അതായത് ആശ്വാസപുത്രൻ എന്ന് പേരിട്ടു. പൗലോസ്ലീഹായുടെ മാനസാന്തരത്തിന് ശേഷം സ്ലീഹായോടൊപ്പം ബർണബാസ് വിജാതിയരുടെ ഇടയിൽ സുവിശേഷ പ്രചാരണത്തിനായിട്ട് നിയോഗിക്കപ്പെട്ടു. അവർ സെലൂക്യയിലേക്കും അവിടെ നിന്ന് സൈപ്രസിലേക്കും കപ്പൽ കയറി. കുറെ കാലം അവർ യഹൂദരോട് പ്രസംഗിച്ചു. പ്രസ്തുത പരിശ്രമം പരാജയമാണെന്ന് കണ്ടപ്പോൾ അവർ വിജാതിയരുടെ അടുക്കിലേക്ക് തിരിഞ്ഞു. പൗലോസിന്റെയും ബർണബാസിന്റെയും ഒക്കെ പ്രസംഗം കേട്ടവർ പൗലോസിനെ മെർക്കുറി എന്നും ബർണബാസിനെ ജൂപ്പിറ്റർ എന്നും വിളിച്ചു. പൗലോസും ബർണബാസും ജെറുസലേം സൂനകദോസ് വരെ ഒരുമിച്ച് യാത്ര ചെയ്തു. അനന്തരം അവർ പിരിഞ്ഞു. ജെറുസലേം ക്ഷാമബാധിതമായപ്പോൾ അന്ത്യോക്യയിൽ ഒരു പിരിവ് നടത്തി പണം ജെറുസലേമിലേക്ക് എത്തിച്ചു. പിന്നീട് ബർണബാസ് ജോൺ മാർക്കിന്റെ കൂടെ സൈപ്രസിലേക്ക് പോയി അവിടെ സ്വന്തം നാട്ടുകാരോട് സുവിശേഷം പ്രസംഗിച്ചു. അവിടെ വെച്ച് AD 61 മുൻപ് ബർണബാസ് രക്തസാക്ഷിത്വ മകുടം ചൂടി. ജെറുസലേമിലെ ക്ഷാമവേളയിൽ പട്ടിണി പാവങ്ങളെ ബർണബാസ് കഴിവുപോലെ സഹായിച്ചു. ആശ്വാസത്തിനായിട്ട് കേഴുന്നവർക്ക് ആശ്വാസദായകരാകുക ക്രിസ്ത്യൻ ചൈതന്യമാണ്. ബർണബാസ് നല്ലവനും പരിശുദ്ധാത്മാവിനാൽ പൂരിതനുമായിരുന്നുവെന്ന് നാം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുമുണ്ട്. അത്തരം ഒരു സാക്ഷ്യം നേടുവാൻ നമുക്കും ഇന്ന് എത്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.